ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിച്ചൊരു കാര്യം രണ്ടുപേരോട് ഞാൻ ഇന്നലെ ചോദിക്കുകയും ചെയ്തു. ഇത്രയും ആളുകൾ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒന്ന് ചുറ്റും നോക്കി നോക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്ന് ക്യാമറ കാണിച്ചാൽ മനസ്സിലാവും. നിള ഒരു തരത്തിലും ഒരു രീതിയിലും ഇത് കാരണം ഒന്ന് മലിനപ്പെടുന്നില്ല. മാത്രമല്ല ഈ യജ്ഞഭൂമിയായാലും നാവാമുകുന്ദന്റെ പുണ്യഭൂമിയായാലും ഇവിടെ ഒന്നും തന്നെ ഒരു അഴുക്കോ ഒരു മാലിന്യമോ എവിടെയും നമ്മൾ കാണുന്നില്ല. കഴിയുമ്പോഴേക്കും തന്നെ അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും പെട്ടെന്ന് എന്താ പറയാ അദൃശ്യമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും. അപ്പോൾ അതില് ഞാൻ നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ നിശബ്ദമായ ഒരു സേവാ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പല ദുരന്തങ്ങളും നേരിട്ടു, പ്രളയമായാലും സുനാമി ആയാലും അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട ഒരു സമൂഹമാണ് കേരളം. ഇവിടെയൊക്കെ തന്നെ വളരെ നിശബ്ദമായി ഒരു തരത്തിലുമുള്ള മാധ്യമ ശ്രദ്ധകളിലേക്ക് വരാതെ, ഒരു തരത്തിലുമുള്ള ഒരു ഭംഗിവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ നിശബ്ദമായി സേവനം ചെയ്യുന്ന ഒരു മഹത്തായ സംഘടനയുണ്ട്. അത് മറ്റാരുമല്ല, സേവാഭാരതിയാണ്. സേവാഭാരതിയുടെ പ്രവർത്തകർ തന്നെയാണ് ഈ പുണ്യഭൂമിയിലും കർമ്മനിരതരായിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പ്രവർത്തനം അത് എത്ര കണ്ട് പറഞ്ഞാലും എത്ര കണ്ട് പ്രകീർത്തിച്ചാലും മതിയാവില്ല, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ. കാരണം നേരത്തെ ശില്പ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കുംഭമേള നടക്കുന്ന സമയത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ്സ് എന്നുള്ളത് പുഴയെ മലിനമാക്കാൻ പോകുന്നു, ഈ പുഴയിൽ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും വലിച്ചെറിയാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു വിദ്വേഷ പ്രചാരണം ഇവിടെ നടന്നിരുന്നു. പക്ഷേ അത്തരം വിദ്വേഷ പ്രചാരണം നടത്തുന്ന ആളുകൾ ഇവിടെ വന്ന് കാണണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു കുംഭമേളയിൽ ഓരോ പരിപാടികൾ കഴിയുമ്പോഴും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒത്തുകൂടുന്ന ആ ഒരു നിള ആരതി, ആ നിള ആരതി കഴിഞ്ഞ് മിനിറ്റുകൾക്കകമാണ് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഈ പേപ്പർ കഷ്ണങ്ങളാണെങ്കിലും പ്ലാസ്റ്റിക് കുപ്പികളാണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്ത് അവിടെ അങ്ങനെ നമുക്കൊപ്പം ആ ഒരു സേവന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സേവാഭാരതിയുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടാ ഇരിക്കും ചേട്ടാ, വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ നിളയെയും നാവാമുകുന്ദൻ്റെ പുണ്യഭൂമിയൊക്കെ കാണുമ്പോൾ. എനിക്കൊന്ന് അരുൺ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും ഇവിടെ ഈ സംഘാടന ചുമതലയിലും ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് സേവാ ചുമതലയുമുണ്ട്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സേവാ ചുമതലയുമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ചടങ്ങിൽ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണം ഇവിടെ ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഈ നിളയെ മലിനമാക്കാൻ പോകുന്നു, ഈ ഒരു പരിപാടി കഴിയുന്നതോടുകൂടെ നിള പൂർണ്ണമായിട്ടും മലിനമാവും, മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ പുഴയിലേക്ക് ഒഴുക്കാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള പ്രചാരണമാണ് നടത്തിയത്. പക്ഷേ നമുക്കിവിടെ നോക്കുമ്പോൾ എവിടെയും മാലിന്യങ്ങൾ കാണുന്നില്ല. അപ്പം സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ പുഴയിൽ മാത്രമല്ല ഒരുപാട് ഭാഗത്തുണ്ടെന്ന് അറിയാം. എങ്ങനെയൊക്കെയാണ് സേവാഭാരതിയുടെ പ്രവർത്തനം? 500ഓളം പ്രവർത്തകരാണ് ഓരോ ദിവസവും ഇവിടുത്തെ സന്നദ്ധരായിട്ട് വന്നിരിക്കുന്നത്. ഇതിനെ 9 വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 100ഓളം പേര് കഴിഞ്ഞ 16 ദിവസമായി ഇവിടെ നിന്നതിൻ്റെ പ്രമുഖ സ്ഥാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതാത് ദിവസം വൈകുന്നേരം ആരതി കഴിഞ്ഞ് ജനം തിരിഞ്ഞു പോകുന്നതിന് മുമ്പേ ഇവിടെ ഈ മണൽപ്പുറം ശുചീകരിക്കുക എന്നുള്ളതാണ് വളരെ വലിയൊരു പ്രവർത്തനം. ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്, അത് വിതരണം ചെയ്യുക, അവർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുക എന്നുള്ള പ്രവർത്തനവും ഭംഗിയായിട്ട് നടക്കുന്നു. ഈ പുഴയിലേക്ക് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വലിച്ചെറിയപ്പെടുന്ന പാഴ്വസ്തുക്കൾ അത് മുഴുവൻ തന്നെ വെള്ളത്തിലിറങ്ങിച്ചെന്ന് അത് തോട്ടിയെടുത്ത് വലിച്ച് കോരി ഉണ്ടാക്കി അത് ഇവിടുന്ന് ചെയ്യുന്നു. ഇതേപോലെ ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 2 നേരം ഇവിടെ നമ്മളുണ്ടാക്കിയ താൽക്കാലിക ശുചിമുറികൾ അത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതിൽ ഏറെ ശ്രമകരമായ ഒരു കാര്യം, നമുക്ക് ഈ ഒരു പാലം, താൽക്കാലികമായ പാലമാണ് യജ്ഞവേദിയിലേക്ക് കടന്നു പോകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലൂടെയുള്ള യാത്ര അത് എത്രയും വേഗത്തിലാകണം, എത്രയും സുരക്ഷിതവുമാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സേവാഭാരതി പ്രവർത്തകരുടെ ഒരു പരിശ്രമം അത് വളരെ വലുതാണ്. കാരണം പാലത്തിലാരും നിൽക്കാൻ പാടില്ല, അവിടെ നിന്ന് ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്, അതോടൊപ്പം അത് വേഗത്തിൽ കടന്നു പോകുകയും വേണം. അപ്പോൾ ഇത്ര മനോഹരമായ ഒരു കാഴ്ച കാണുമ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ളവരുടെ താല്പര്യം വളരെ വലുതാണ്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ശ്രമകരമായ കാര്യമാണ്. ഇങ്ങനെ നിരവധി കാര്യം ഇതെല്ലാം കാണുമ്പോൾ എല്ലാ ദിവസവും കഴിഞ്ഞ് വൈകുന്നേരം ഇരിക്കുമ്പോൾ
വീണ്ടും ഒരു കുംഭമേളയെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഉത്സാഹവും ആവേശവുമായിട്ടാണ് എല്ലാ വളണ്ടിയറും പ്രവർത്തിച്ചു. ഒരു മിനിറ്റ് ആരുടെ എനിക്ക് തോന്നുന്നു സേവാഭാരതിയുടെ ഒരു പക്ഷേ ഒരു രീതിയിലും ഒരു മാധ്യമ ക്യാമറയിലോ ഒന്നും തന്നെ പതിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രളയ സമയത്ത് മാതൃഭൂമിയാന്ന് തോന്നുന്നു ഒരു സേവാഭാരതിയുടെ ഒരു സന്നദ്ധ പ്രവർത്തകൻ്റെ അടുത്ത് പോയിട്ട് അല്ല എങ്ങോട്ടാ പോകുന്നത്, അപ്പം ഇത് അവിടെ ഒരു കൂട്ടം ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ പോവുകയാണെന്ന്. അപ്പം റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അതെ ഇത് വലിയൊരു കഷ്ടമൊക്കെ അല്ലേ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, അല്ല ഇതവിടെ എത്തിച്ചേ പറ്റൂ. ആ ഒരു നിശ്ചയദാർഢ്യം എന്റെ ജില്ലയിൽ തന്നെയാണ്, പാലക്കാട് അട്ടപ്പാടിയിൽ ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്തേക്ക് അവിടെ വരെ സംഘത്തിന്റെ പ്രവർത്തകർ, സ്വയംസേവകര്, സേവാഭാരതിയുടെ പ്രവർത്തകർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.